ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോകുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ചേടാ, ഇത്രയ്ക്കും പേപ്പേഴ്സോ? ഇതൊക്കെ പൊക്കി എടുത്തോണ്ട് പോകാൻ എനിക്ക് 2 കൈകളല്ലേ ഉള്ളൂ. ഗോപാലിന്റെ മാധവന്റെ ഗോൾമാലിന്റെ പ്രൂഫ് കണ്ടെത്താനായിട്ട് ഞാൻ എന്തുമാത്രം പ്രൂഫ്, പക്ഷെ ഇന്ന് വരെ എനിക്ക് അവർക്കെതിരായിട്ട് ഒരു പ്രൂഫ് പോലും കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ശ്രമിച്ചതൊക്കെ ഇതുപോലെ വേസ്റ്റ് പേപ്പർ പോലെ വേസ്റ്റ് ആയി പോയെന്ന് പറയാം. CCTV ഫിക്സ് ചെയ്യൂ, കള്ളനെ പിടികൂടൂ. ഇനി എനിക്ക് പ്രൂഫ് കിട്ടും, നോക്കിക്കോ. സർ, നമ്മുടെ സ്കൂളിൽ ഉടൻ തന്നെ CCTV ക്യാമറ ഫിക്സ് ചെയ്തേ പറ്റൂ സർ. അതിന്റെ ഒന്നും ആവശ്യമില്ല പപ്പി. എന്റെ എല്ലാ സ്റ്റുഡൻസും വളരെ ഇന്റലിജന്റ് ആണ്. അവരെ ആരെയും വാച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സർ, കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും ആടുകൾക്ക് വേണ്ടിയെങ്കിലും നമ്മൾ CCTV ഫിക്സ് ചെയ്യണം സർ. എന്താ പറഞ്ഞത്? പറഞ്ഞു വന്നത്, സാധാരണമായിട്ട് ആടുകൾ ലോണിൽ നിന്ന് പുല്ലുകൾ തിന്നുന്നുണ്ട് സർ. ചില സമയത്ത് വേറെ ചില സ്കൂളിലെ പിള്ളേര് നമ്മുടെ സ്കൂളിൽ വന്ന് ചെടികൾ പറിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാറുണ്ട് സർ. പ്രത്യേകിച്ച് വസൂലി ഏത് നിമിഷവും കൂടെ ചാടി വരുന്നുണ്ട് സർ. അത് ശരിക്കും ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർ ഞാൻ പറഞ്ഞത്. CCTV ക്യാമറ ഫിക്സ് ചെയ്തേ പറ്റൂ സർ. സർ, ബേൽപൂരി വിൽക്കുന്നവൻ പോലും തന്റെ കടയിൽ CCTV വെച്ചിട്ടുണ്ട് സർ. നമുക്ക് ഒരൊറ്റ CCTV ക്യാമറ ഫിക്സ് ചെയ്ത് നോക്കാം സർ. എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ ഈ സ്കൂൾ മൊത്തം നമുക്ക് CCTV ക്യാമറ ഫിക്സ് ചെയ്യാം സർ. ശരി, നീ ഇത്രമാത്രം കമ്പൽ ചെയ്യുന്നത് കൊണ്ട് ആദ്യം നമുക്ക് ഒരു CCTV ക്യാമറ വെച്ചിട്ട് നോക്കാം. നീ ഇപ്പൊ ഗോപാലിനെയും മാധവനെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണ. ഇത് നിങ്ങൾ പെട്ടടാ. മാധവ, ഹോസ്റ്റലിൽ പുതിയ വാട്ടർ കൂളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിനക്കറിയോ, അതിൽ ഹിമാലയത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അവിടെയുള്ള വെള്ളം ആദ്യം ഗോപാല് കുടിച്ച് തീർക്കുന്നതിന് മുമ്പ് നീ പെട്ടെന്ന് പോയി കുടിച്ച് തീർത്തേക്കാം മാധവ. ഹിമാലയത്തിലെ വെള്ളോ? എന്നാ ആദ്യം നമ്മൾ ഇതിനെ കുടിച്ച് ടേസ്റ്റ് ചെയ്യണല്ലോ. ഗോപാൽ, ഹോസ്റ്റലിലെ പുതിയ വാട്ടർ കൂളർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം അറിയോ, അതിൽ മൗണ്ട് എവറസ്റ്റിന്റെ വെള്ളത്തിന്റെ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. മാധവൻ അതിനുള്ള വെള്ളം കുടിച്ച് തീർക്കുന്നതിന് മുൻപായിട്ട് നീ ആദ്യം ചെന്ന് വെള്ളം കുടിക്ക. മൗണ്ട് എവറസ്റ്റിലെ വെള്ളമോ? കൊള്ളാം, കലക്കി. അതാദ്യം നമ്മൾ തന്നെ ട്രൈ ചെയ്യണം. അങ്ങോട്ട് നോക്ക്, ആ മാധവനിലെ മൗണ്ട് എവറസ്റ്റിലെ മൊത്തം കോൾഡ് വാട്ടറും തീർക്കുവാണെന്നാ തോന്നുന്നത്. നീ നോക്കിക്കോ. ഈ എന്റർടൈൻമെന്റ് കണ്ട് രസിക്കാൻ ഞാൻ ഇവിടെയുണ്ട്. അതിനോട് പ്രിൻസിപ്പളുടെ ഗുലാബ് ജാമുൻ കഴിച്ചുകൊണ്ട് കാണാം. ആദ്യം വെള്ളം ഞാൻ ഫില്ല് ചെയ്യും. പോടാ, ലൈനിൽ വാടാ. ആദ്യം വെള്ളം ഞാനാ ഫില്ല് ചെയ്യാ. വെള്ളം വേണോടാ ഗോപു? നിനക്ക് വെള്ളം വേണോടാ? പറയടാ ഗോപു. നീ ബോട്ടിലിംഗ് ഇതാ. ഇന്നാ പിടിച്ചതിന്റെ വെള്ളത്തിന്റെ ബോട്ടിൽ. അതങ്ങ് പോട്ടെ. ഞാൻ ഗുലാബ് ജാമുൻ കഴിക്കുന്നുണ്ട്, അവിടെ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. കൊള്ളാം, വെരി നൈസ്. നിനക്ക് അത്രയ്ക്കും ധിക്കാരമുണ്ടോടാ? ഇപ്പൊ കാണിച്ചു തരാം. എന്നാ പിടിച്ചോ, അവരടിക്ക് വിടല്ലേ. ഫിനിഷ്. വേണ്ട ഗോപു, ഇതൊക്കെ ചീറ്റിംഗ് ആണ്. ഞാൻ നിന്റെ മേത്ത് വെള്ളമാണ് ഒഴിച്ചത്, പക്ഷെ നീ ഫ്ലവർ പോട്ടാണ് ഒഴിച്ചത്. ഇറ്റ്സ് നോട്ട് ഫെയർ. ചീറ്റിംഗ്.
ഇനി വലിച്ചെറിയ ഹോസ്റ്റലിൽ മൊത്തം തല്ലി പൊളിക്ക്. ഇത് കണ്ടു രസിക്കാൻ 2 കണ്ണു പോരാ. കൊള്ളാം, കലക്കി. ഹോസ്റ്റലിലെ ചുമര് മൊത്തം നീ അഴുക്കാക്കിയില്ലേ? പുതിയ വാട്ടർ കൂളും നശിപ്പിച്ചു കളഞ്ഞല്ലേ? നിങ്ങൾ ഇതുവരെ കാണുന്ന എല്ലാ ഗുലുമാലും ഈ കാണുന്ന CCTV ക്യാമറയിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതിപ്പോ തന്നെ ചെന്ന് പ്രിൻസിപ്പൽ സാറിന്റെ കയ്യിൽ കൊടുക്കും. സോളിഡ് പ്രൂഫ്. ഡോഗി പറയുന്നത് ഊഫ്, പപ്പിന്റെ കയ്യിലാണുള്ളത് പ്രൂഫ്. ഈ പ്രാവശ്യം നമുക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലെന്നാ തോന്നുന്നത്. എന്താ ചെയ്യാ? സാർ ഇത് കണ്ടോ സാർ? എല്ലാം റെക്കോർഡായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ CCTV നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന്. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത് പപ്പി? സാർ CCTVയുടെ ഡയറക്റ്റ് കണക്ഷൻ എന്റെ മൊബൈലിലുണ്ട് സാർ. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കുറച്ച് സമയത്തേക്ക് സ്കൂളിലില്ലെങ്കിൽ ആ സ്കൂളിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ കാണണം സാർ. പ്രിൻസിപ്പൽ സാറിനോട് ആ വീഡിയോ ഒന്ന് കാണിക്കും പപ്പി. ഇപ്പൊ നീ എന്തിനാ നാണിക്കുന്നത്? അതെടുത്ത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്ക്. ചേടാ, ഇതൊക്കെ എങ്ങനെയാണ് റെക്കോർഡായത്? പപ്പി, പ്രിൻസിപ്പൽ സാറിനോട് ആ വീഡിയോ കാണിക്കേ. സ്കൂളിൽ എന്തൊക്കെയാ പ്രശ്നമുണ്ടായെന്ന് കാണിക്കേ. പ്രിൻസിപ്പൽ സാറോട് കാണിക്കേ. നീ എന്താ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണിക്കേ. കൊണ്ടുപോയി കാണിക്കേ. കാണിക്കേ. നീ എന്താണ് എന്നെ കാണിക്കാൻ ആഗ്രഹിച്ചത് പപ്പി? ഇല്ല, ഒന്നുമില്ല സാർ. അത് പിന്നെ ഞാൻ വെറുതെ ഒരു തമാശക്ക്. അതെ. അപ്പൊ നീ ഇങ്ങോട്ട് എന്തിനാണ് വന്നത്? ടൈം പാസ് ചെയ്യാനാണോടാ? എന്റെ ടൈം നീ വേസ്റ്റ് ചെയ്യരുത്. മര്യാദക്ക് ഇറങ്ങി പോടാ. ഗെറ്റ് ഔട്ട്. പുറത്തേക്ക് പോകാനാ ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ചേർന്ന് എന്തൊക്കെ പരിപാടി ഒപ്പിച്ചാലും ശരി, അതെ നിങ്ങൾക്ക് എതിരെ പ്രൂഫ് കളക്ട് ചെയ്ത് വിടുന്ന പ്രശ്നമില്ല. ഞാനായിട്ട് മാധവൻ സംസാരിക്കുന്നത്. എടാ മാധവ, നിന്റെ വോയിസിന് എന്താ പറ്റിയേ? സൗണ്ട് വളരെ ഡിഫറെന്റ് ആണല്ലോ. ജലദോഷം കാരണം തൊണ്ട അടച്ചിരിക്കുക. നിങ്ങൾ ഉടനെ സ്കൂളിലേക്ക് വന്നേക്ക്. വളരെ പ്രധാനപ്പെട്ട ജോലിയുണ്ട്. പ്രിൻസിപ്പാൾ സാർ ഇപ്പൊ സ്കൂളിൽ തന്നെ ഉണ്ടാവില്ല അല്ലേ? പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് വരുന്നേ? അയാൾ സ്കൂളിന്റെ അകത്തില്ല. നിങ്ങൾ സ്കൂളിന്റെ പുറകിലുള്ള കോമ്പൗണ്ട് പോലെ ചാടി ഇങ്ങോട്ടേക്ക് വന്നേക്ക്. വസൂലി കോമ്പൗണ്ട് വാളി ചാടി സ്കൂളിന്റെ അകത്തേക്ക് വരാം. അവൻ കുട്ടികളെ ചെന്ന് കാണും. ആ സമയം എന്റെ CCTV ക്യാമറ അത് എല്ലാം റെക്കോർഡ് ചെയ്യാം. പ്രിൻസിപ്പൽ സാർ വസൂലി ബായുടെ കൂടെ കുട്ടികളെ കണ്ടാൽ മതി. പിന്നെ ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് അടിച്ചു പുറത്താക്കും. പിന്നെ എന്റെ കാര്യം അത് വേറെ ലെവലാ. ഇത്രയും വലിയ വാട്ടർമെലോൺ ഇത് എനിക്കാണ്. എനിക്ക് തന്നേക്കാം. എന്താ ഇതിന്റെ പേര് വല്ല എഴുതി വെച്ചിട്ടുണ്ടാ? നിങ്ങൾ തമ്മിലുള്ള ഫൈറ്റിംഗ് ഇവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് റെക്കോർഡ് ആകാൻ പോകുന്നത് വസൂലിയുടെ എൻട്രി. ബാവാ എന്ത് പപ്പി ഇവിടെയും ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട് നോക്ക്. പിന്നെ വസൂലിബായി സ്കൂളിന്റെ അകത്ത് വരാൻ അയാൾ എന്താ ശ്രമിച്ചോണ്ടിരിക്കുന്നത്? ഇതെല്ലാം തീർച്ചയായിട്ടും ആ പപ്പിയുടെ ചതിയായിരിക്കും. നമ്മളെ വസൂലിബായിന്റെ ഒപ്പം CCTV ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്ന പ്ലാൻ ആണ് ഇത്. എനിക്ക് അറിയാം. നമ്മളിപ്പോ എന്താ ചെയ്യുക? ആദ്യം ഈ CCTVയുടെ ക്യാമറയുടെ റേഞ്ചിൽ നിന്നും മാറി നിൽക്കണം. കുട്ടികൾ, നിങ്ങൾ വിളിച്ച എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? ജമ്പിങ് ഹാപ്പി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വസൂലിബായി ക്യാമറയുടെ അകത്ത് വരാതെ നമ്മൾ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം. ഇനിയല്ല ഓക്കെ. ചേട്ടാ ഇതെന്താ പറ്റിയത്? ഒന്നും തെളിച്ച് കാണാൻ പറ്റുന്നില്ലല്ലോ. അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചേട്ടാ എന്റെ ക്യാമറ അതാരാണ് വാട്ടർമെലോൺ വെച്ച് മറച്ചിരിക്കുന്നത്?
ഇവിടെ എല്ലാം ഇപ്പോ ശരിയാണ്. Excuse me, പപ്പി. നിങ്ങൾ എന്തിനാ എന്നെ സ്കൂളിലേക്ക് വരാൻ പറഞ്ഞത്? പ്ലീസ് ടെൽ. ഞാൻ എപ്പോഴാണ് നിന്നെ വിളിച്ചത്? ആരോടാ കള്ളം പറയുന്നത്? നീ തന്നെയല്ലേ എന്നെ വിളിച്ചത്? എന്താ കാര്യം എന്ന് വെച്ചാ വേഗം പറ. ഇതെന്താ, നിങ്ങൾ വസൂലി ഭായിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ? ഒരു പക്ഷേ പ്രിൻസിപ്പൽ സാർ CCTV ഫുട്ടേജ് കണ്ടു കഴിഞ്ഞാ പിന്നെ നിങ്ങളെ തീർച്ചയായിട്ടും റെസ്ട്രിക്കേറ്റ് ചെയ്തേക്കും, പറഞ്ഞേക്കാം. ഒരു പക്ഷെ ഞാൻ നിങ്ങളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഈ CCTV ക്യാമറ ആദ്യം തകർത്ത് തർപ്പണമാക്കും. ഞാൻ ആ റെക്കോർഡിംഗ് ഞാൻ ഡെലിറ്റ് ചെയ്യും. പ്രിൻസിപ്പൽ സാർ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഇനി നീ ഇപ്പൊ എന്ത് ചെയ്യും പപ്പി? എന്തെങ്കിലും ആലോചിക്ക് പപ്പേ, എന്തെങ്കിലും ആലോചിക്ക്. കിട്ടിപ്പോയി, എനിക്ക് ഐഡിയ കിട്ടിപ്പോയി. അത്രയുള്ളൂ, ക്യാമറ ഔട്ട്. ഫുട്ടേജ് മൊത്തം ക്യാമറയിൽ നിന്നും ഡെലിറ്റ് ചെയ്തു. ഹലോ പ്രിൻസിപ്പൽ സാറേ, വസൂലി ഇതാ പോകുന്നു, വിട്ടോ. സാർ, നിങ്ങൾ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ സാർ. ഞാൻ എല്ലാം കണ്ടു. എന്താ കണ്ടത്? ഞാൻ എന്താ കണ്ടതെന്നറിയോ? പപ്പി ഇവിടെ എന്തോ കാര്യം ഒപ്പിച്ചിട്ടുണ്ട്. അവൻ തന്നെയാണ് ഇവിടെ CC ക്യാമറ ഫിറ്റ് ചെയ്തത്. ഇപ്പോൾ അവൻ തന്നെ അത് തകർത്തു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് സാർ. നമ്മുടെ ഈ സ്കൂളിൽ CCTVയുടെ ഒരു ആവശ്യവുമില്ല സാർ. നമ്മുടെ ഈ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവര് വളരെ ഇന്റലിജന്റ് ആണ് സാർ. ചേടാ പപ്പി, ലേറ്റ് ആയാലും കാര്യങ്ങൾ നിനക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ നിനക്ക് എല്ലാം മനസ്സിലായല്ലോ പപ്പി. ശരി, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങ, പോയി ജോലി ചെയ്യേ. ഇന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ടടാ. ഞാൻ എപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കടാ. All the best, puppy.